ഹലോ, ഇന്ന് കുക്കറൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് സോക്ക് ചെയ്യാനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറഞ്ഞതൊരു 4 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞെടുക്കാം. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അടുത്തായിട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചോറാണ്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്. അപ്പോൾ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് അതിലെ കുരു മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ കലത്തപ്പത്തിന് ഉണ്ടാകുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് അരിയിലേക്ക് 1/2 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി അരച്ചെടുത്ത കൂട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സോസ് പാനിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. അരി അളന്ന അതേ കപ്പിലാണ് കേട്ടോ ശർക്കര എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ആ ശർക്കരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു അരിപ്പയിലൂടെ നമ്മൾ അരച്ചെടുത്ത മാവുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അതല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. കാരണം നമ്മൾ ചൂടോട് കൂടിയിട്ടാണ് ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ മാവ് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ കടായി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പിനടുത്ത് നമ്മൾ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഒരുപാട് മൂപ്പിച്ചെടുക്കേണ്ട. ഒരു ചെറിയൊരു ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം. അപ്പോൾ തേങ്ങാക്കൊത്ത് എടുത്ത അതേ അളവിൽ തന്നെയാണ് ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. കാരണം ചെറിയുള്ളി ഒരുമിച്ചിടുന്ന സമയത്ത് ചെറിയുള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തേങ്ങാക്കൊത്തൊന്ന് മൂത്തതിന് ശേഷം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ രണ്ടും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ മൂപ്പിച്ചെടുക്കണം എന്നില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സോസ് പാന് എന്തിലാണോ ഉണ്ടാക്കുന്നത് അതിൽ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. ഇപ്പോൾ ഇത് മാവിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ ഇതുപോലൊരു സോസ് പാനിലാണ് കേട്ടോ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് നെയ്യോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ആവണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളിത് തുറന്ന് നോക്കരുത്. ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇതൊന്ന് തുറന്ന് നോക്കേണ്ടത്. അപ്പോൾ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കലത്തപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ സോസ് പാനിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കലത്തപ്പം ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അരോട് കൂടിയിട്ടുള്ള ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ള മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. താങ്ക്